രേണുസുതി തൊട്ടാ ചത്തുപോകുന്ന ആര്യൻ അത് ചോദ്യം ചെയ്ത് അക്ബർ. ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അതെ, ഇന്നൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോയ്ക്കകത്ത് രേണുസുതി എന്തോ വയ്യാതെ കിടക്കുന്നു, ഇതിനെ പറഞ്ഞ് കളിയാക്കുന്ന ആര്യനെയും ജിഷിനെയാണ് കാണാൻ വരുന്നത്. ആര്യൻ ജിഷിനോട് പറയുന്നു, രേണുസുതി ഒന്ന് തൊട്ടാൽ മതി, ചേച്ചി ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ അങ്ങ് ചത്തു പോകും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോഴത്തേക്കിന് ജിഷിൻ കിടന്ന് ഭയങ്കര ശരി. ഇത് കേട്ടോണ്ട് വരുന്ന അക്ബർ ആണെന്ന് തോന്നുന്നു. അക്ബർ പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മോശമല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആദ്യം കുറച്ച് മയത്തിലാണ് അക്ബർ സംസാരിക്കുന്നത്, കാരണം ആര്യൻ്റെ ഒരു ഗ്യാങ്ങിലുള്ളതാണല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്ത് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ആര്യൻ. അപ്പോഴത്തേക്കും ആര്യൻ പറയുന്നു, ഞാൻ അങ്ങനെ പറയാം, നീ അനീഷൊക്കെ പിന്നെ വയ്യാതെ പോയപ്പോൾ നീ കിടന്ന് ചിരിച്ചില്ലേ, അപ്പോൾ ഞാൻ ചിരിക്കുന്നതിന് എന്തിനാണ് നീ പറയുന്നതെന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ ആര്യൻ പറയുന്നു. അപ്പോഴത്തേന് അക്ബർ പൊട്ടി. അക്ബർ പൊട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് അറിയാൻ പാടില്ല നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്, നിന്നൊക്കെ ഉള്ളത് നാട്ടുകാർ ചെയ്തോളൂടാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അക്ബറിന് അറിയാം ഈ പറയുന്ന പോലെ രേണുസുതിക്ക് പുറത്തൊരു സപ്പോർട്ടുണ്ട്. അപ്പം അതിന് ആര്യന് ആ ഒരു സപ്പോർട്ട് എന്തുമായാലും ആര്യനൊരു വിഷമായി മാറും എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ അക്ബർ അവിടെ നോട്ട് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, അക്ബർ അതുകൊണ്ട് മാത്രമല്ല പ്രതികരിച്ചത്, കാരണം അക്ബറിന് വേണേൽ മിണ്ടായിരിക്കാം. കാരണം ബാക്കിയുള്ള പണിശരത്തൊക്കെ രേണു ചേച്ചി എന്ന് പറഞ്ഞു നടക്കുന്ന പുള്ളിക്കാരൻ വരെ മിണ്ടായിരുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അക്ബർ അത്രയും റൈസ് ചെയ്തത് അത് ശരിയല്ലാത്തത് കൊണ്ടും കൂടിയാണ്. സോ എന്തു തന്നെയാണെങ്കിലും ആര്യന് നെഗറ്റീവിൻ്റെ ഒരു കൂമ്പാരമാണ്. ആര്യൻ്റെ കാര്യം ഇതോടും കൂടി ആര്യൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും.